മോളെ സരു, എവിടാ നീ? ഞാൻ വീട്ടിലൂടെ. നീ ഇപ്പൊ തിരക്കിലാണോ ബിസിയിലാണോ? വലിയ തിരക്കുകളൊന്നും ഇല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ബിസി ഇല്ലാതാവോ? വേറെ ആരും കണ്ടുപിടിക്കാത്തത് കൊണ്ട് ഞാനൊരു ട്രിക്ക് കണ്ടുപിടിച്ച് അതിപ്പോ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. മണ്ണ് കുഴിച്ച് മണ്ണിരയെ പിടിച്ച് ചൂണ്ടയിൽ കൊരുത്ത് വെള്ളത്തിലിട്ട് മീൻ പിടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അപ്പോൾ മീൻ പിടിക്കാൻ നേരം ഒഴിച്ചുകൂടാനാവാത്തൊരു ഘടകമാണ് മണ്ണിര. അപ്പോൾ മീൻ പിടിക്കുന്നത് പോലെ തന്നെ പ്രാധാന്യം മണ്ണിര പിടിക്കുന്നതിലും കൊടുക്കണം. അപ്പോൾ അല്ല, പക്ഷെ മീൻ പിടിക്കാൻ മണ്ണിര വേണമെന്നില്ല, മാവ് ചുറ്റി അങ്ങനത്തെ ചെയ്യാലോ. നമുക്ക് മാവ് വേണ്ട, നമുക്ക് മണ്ണിര മതി. അപ്പോ ആ മണ്ണിരയെ എങ്ങനെ എളുപ്പം പിടിക്കാമെന്ന കാര്യമാണ് ഞാനിപ്പോൾ നിനക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ആദ്യം മണ്ണില് ചെറിയ ഒരു കുഴി ഉണ്ടാക്കണം. എന്നിട്ട് ഒരു വടിയെടുത്ത് അതിന്റെ അറ്റത്ത് ഒരു നൂല് കെട്ടണം. അത് കഴിഞ്ഞ് ആ നൂലിന്റെ അറ്റം ഒരു മീനിന്റെ വാലി കെട്ടണം. ആ മീനിന്റെ അറ്റം ഒരു നൂലിന്റെ വായില് കെട്ടണോന്ന്. എന്നിട്ട് ആ നൂലിനെയും മീനിനെയും ആ കുത്തിയ കുഴിക്കകത്തോട്ട് ഇറക്കി വിടണം. കുഴിയിൽ വെച്ച് മീൻ ഇരയെ കടിക്കുന്നു. ചരട് വലിച്ച് മീനിനെ നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു. മീനിന്റെ വായിൽ നിന്നും ഇരയെ രക്ഷിച്ച് ശേഖരിച്ചു വെക്കുന്നു. ഇതാണ് കറക്റ്റ് മെത്തേഡ്. അങ്ങനെ ഓരോ തവണയും മീനിനെ കുഴിക്കകത്ത് ഇട്ടും എടുക്കും. അങ്ങനെ മണ്ണിരേനെ എല്ലാം പിടിച്ച് കഴിഞ്ഞിട്ട് ഈ കെട്ടിയിട്ട മീനിനെ അഴിച്ച് വെള്ളത്തിൽ കളയണം. എന്നിട്ട് ഈ എരേനെ ചൂണ്ടയിൽ കൊരുത്ത് വെള്ളത്തിലിട്ട് അതേ മീനിനെ പിടിക്കണം. അല്ല, ഞാൻ കാര്യം ചെയ്യട്ടെ, ഓൾറെഡി ആ മീനെ പിടിച്ചിട്ടില്ല, മണ്ണിനെ പിടിച്ചത്. ഓൾറെഡി ആ മീനെ കിട്ടിയതല്ലേ, പിന്നെ അപ്പട്ടയാണ് എന്റെ ബുദ്ധി. രണ്ടാമത് ഈ മീനിനെ വീണ്ടും വെള്ളത്തിൽ നിന്ന് പിടിക്കുമ്പോ അതിന്റെ ലവർ മീൻ, അതിന്റെ ബന്ധുക്കാരൻ മീൻ, അതിന്റെ സ്വന്തക്കാരൻ മീൻ, അതിന്റെ ശത്രു മീൻ, അതിന്റെ മിത്രമീൻ, ഇതെല്ലാം കൂടി രക്ഷിക്കാൻ വരും. അപ്പൊ ബാക്കിയുള്ള ഇരകളെ വെച്ചിട്ട് അതുങ്ങളെയും പിടിക്കാം. ഇതുപോലെ ഞാൻ എരേനെ പിടിച്ചപ്പോ എനിക്ക് ഒരു എരയുടെ കുറവുണ്ടായിരുന്നു. പിന്നെ നിന്നെ വിളിച്ചപ്പോ എനിക്കൊരു എരയെ കിട്ടി. ഏതെങ്കിലും എനിക്ക് നിനക്ക് വയ്യേ.